Hi viewers, I'm Jeniji. Today I'm going to tell you about homophones. You must have heard of homophones. Homophones means certain words with the same pronunciation but the spelling and the meaning are totally different. അതായത് ഇംഗ്ലീഷിൽ ചില പദങ്ങളുണ്ട് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും ഒരേ ഉച്ചാരണം ബട്ട് ദ സ്പെല്ലിംഗ് ഈസ് ഡിഫറെൻറ്റ് ദ മീനിങ് ഈസ് ഡിഫറെൻറ്റ് അർത്ഥവും വ്യത്യസ്തമാണ് അതിൻ്റെ സ്പെല്ലിങ്ങിലും വ്യത്യാസമാണ്. ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബെയർ BEAR ബെയറുമുണ്ട് BARE ബെയറുമുണ്ട്. രണ്ട് ഉച്ചാരണം ഒന്നാണ് ബട്ട് ദ മീനിങ് ഈസ് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ഈസ് ഡിഫറെൻറ്റ്. ആദ്യം BEAR ബെയർ നോക്കാം. ബെയർ മീൻസ് ഇസ് ആൻ ആനിമൽ, നമുക്ക് പരിചയമുള്ള ഒരു മൃഗമാണ്. കരടി എന്ന് പറയും ബെയർ. അതിനെ പലരും തെറ്റിച്ച് ബിയർ എന്ന് പറയും. ബിയർ അതല്ല. ബിയർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ വേറെയുണ്ട് BEER. ആ ബിയർ എന്ന് മീൻസ് ഇസ് എ ലിക്വർ, ഇസ് ആൻ ആൽക്കഹോളിക് ഡ്രിങ്ക്, ഒരു മദ്യമാണ്, മദ്യത്തിൻ്റെ. അതാണ് ബിയർ പാർലർ എന്നൊക്കെ നമ്മൾ കേട്ടത്, അത് ബിയർ ആണ്. പക്ഷെ ഇവിടെ BEAR അത് ബെയർ എന്നാണ് ഉച്ചരിക്കുക, കരടി എന്നാണ്. അപ്പം ബ്ലാക്ക് ബെയർ, കറുത്ത കരടി, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന അതാണ്. അതുപോലെ വൈറ്റ് ബെയർ ഉണ്ട്, വെളുത്ത നിറത്തിലുള്ള കരടിയുണ്ട്. ദെൻ യു സീ പോളോ ബെയർ, അതായത് ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന, അതായത് നോർത്ത് പോളിലൊക്കെ കാണുന്ന കരടിയുണ്ട്, അതിനെ പോളർ ബെയർ എന്ന് പറയും. മറ്റൊരു ടെഡി ബെയറും നിങ്ങൾ കേട്ട് കാണും. ടെഡി ബെയർ മീൻസ് കുട്ടികളുടെ ഒരു ടോയ് ആണ്, കളിക്കാൻ ഒരു മൃദു രോമത്തിനെ പോലെ തോന്നിക്കുന്ന വളരെ മൃദുവായിട്ടുള്ള ഒരു, അതിനെ ടെഡി ബെയർ എന്ന് പറയും. ഇതൊരു ആലങ്കാരിക ഭാഷയിൽ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഹീസ് എ ബെയർ, ഒരാളെ നോക്കിയിട്ട് ഹീസ് എ ബെയർ മീൻസ് ഹീസ് എ റഫ് പേഴ്സൺ, അയാളൊരു മുരടനാണെന്നാണ്, വളരെ മുരടൻ സ്വഭാവം, പരുക്കൻ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നാണ്. അതേസമയം ഹീ ഈസ് എ ടെഡി ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൃദു സ്വഭാവക്കാരനാണ്, അതായത് ഒരു സൗമ്യ സ്വഭാവക്കാരനാണെന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ റഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒരു ടെഡി ബെയറിനെ പോലെ തന്നെ സ്വഭാവമുള്ള വ്യക്തി എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ബെയർ ഉപയോഗിക്കാം. ഇനി ഇതേ ബെയർ വേർബായിട്ട് ഉപയോഗിക്കും, അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഇനി രണ്ടാമത് പറഞ്ഞ BARE ബെയർ ഉണ്ട്. ആ ബെയറിന്റെ അർത്ഥം അൺകവേർഡ്, അൺക്ലോത്ത്ഡ്, നെയ്ക്കഡ് എന്നൊക്കെയാണ്, അനാവൃതമായ, വസ്ത്രം ധരിക്കാത്ത. എസ്പെഷ്യലി യു സീ വിത്തൗട്ട് ഗ്ലൗസ്, വിത്തൗട്ട് ഷൂസ്, വിത്തൗട്ട് സോക്സ്. അതേ കൈകളിൽ ഗ്ലൗസ് ഒന്നും ഇടാത്ത, കാലുകളിലാണെങ്കിൽ സോക്സോ ഷൂസോ സ്ലിപ്പേഴ്സ് ഒന്നും ഉപയോഗിക്കാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, we walked a long distance barefoot എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗ്നപാതരായിട്ട്, barefooted എന്ന് ഉപയോഗിക്കാം. നഗ്നപാതരായി, we walked, ഞങ്ങൾ നടന്നു, a long distance, ഒരുപാട് ദൂരം, ഡിസ്റ്റൻസ് ദൂരമാണ്, ഒരുപാട് ദൂരം ഞങ്ങൾ നഗ്നപാതരായിട്ട് നടന്നു എന്നാണ്. മറ്റൊന്ന്, don't touch the ready to eat food with your bare hands, അതായത് don't eat or don't touch the ready to eat food with your bare hands. അതായത് ഇപ്പം റെസ്റ്റോറൻറ്റുകളിൽ അതല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ കാണാം. പണ്ടൊക്കെ നമുക്ക് അവിടെ ഇരിക്കുന്ന ആള് സാധനങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ അയാളെ കൈകൾ കൊണ്ട്, കയ്യിൽ ഗ്ലൗസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഗ്ലൗസ് ഇല്ലാതെ ഇട്ട് തന്നെ എന്താണ്, അതിന് ധാരാളം അയാളുടെ കൈകൾ എവിടെയൊക്കെ ടച്ച് ചെയ്ത കൈകളാണെന്ന് അറിയില്ല. അതിൽ ബാക്ടീരിയ ഉണ്ടാവും, അതല്ലെങ്കിൽ മറ്റു പല അണുക്കളുണ്ടാവും. അപ്പം ഈ അണുക്കളൊക്കെയുള്ള, അതായത് അശുദ്ധിയുള്ള എല്ലാ തരത്തിലുള്ള ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ കൈകൾ കൊണ്ടാണ് ഇത് എടുത്തു തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വല്ല രോഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഡോണ്ട് ടച്ച് റെഡി ടു ഈറ്റ് ഫുഡ്, അതായത് തിന്നാൻ ഇപ്പം തന്നെ നമ്മൾ നേരിട്ട് കഴിക്കുന്ന ബേക്കറി ഫുഡ് ഓർ റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ നമ്മൾ അപ്പം തന്നെ കഴിക്കുന്ന അങ്ങനെയുള്ളതൊന്നും ഡോണ്ട് ടച്ച്. ഇപ്പം അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇടപെട്ട് ഇപ്പം കാണാൻ അത്യാവശ്യം അവർ ഗ്ലൗസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ടോങ്സ് ഉപയോഗിക്കും. അറിയാലോ, ചവണ എന്ന് പറയുന്ന കൊടിൽ ഉപയോഗിച്ചെടുത്ത് വരും. അതല്ലെങ്കിൽ കയ്യിലൊരു പ്ലാസ്റ്റിക്കിന്റെ കവറെങ്കിൽ ഇപ്പം അവരിടുന്നുണ്ട്. അപ്പം അവിടെ ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗ്നമായ, അല്ലെങ്കിൽ കയ്യിൽ കയ്യേറൊന്നും ഇല്ലാത്തതാണ്. അതുപോലെ ഒരു ചുമര് നോക്കിയിട്ട് നമ്മൾ പറയാണ്, സീ ദാറ്റ് വാൾ ഈസ് ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുമരിൽ ദർ ആർ നോ പിക്ചേഴ്സ് ഓൺ ദ വാൾ എന്നാണ്. ആ പിക്ചർ ഒന്നും ഇല്ലാതെ വെറും ചുമരായിട്ട് നിൽക്കുകയാണ്. അതുപോലെ നമ്മൾ റൂമിലേക്ക് നോക്കി, ദിസ് റൂം ഈസ് ബെയർ മീൻസ് ഇറ്റ് ഈസ് എംപ്റ്റി വിത്തൗട്ട് ഫർണിച്ചർ എന്നാണ്. അവിടെ ഫർണിച്ചർ ഒന്നും ഇല്ലാത്ത ശൂന്യമായ റൂം എന്നാണ്. അതുപോലെ ബെയർ മൗണ്ടെയിൻസ് എന്ന് പറയും. ബെയർ മൗണ്ടെയിൻസ് മീൻസ് മൊട്ടക്കുന്നുകളാണ്, അതായത് അവിടെ കൂടുതൽ ചെടികളോ മരങ്ങളോ
മരങ്ങളോ ഒന്നുമില്ലാതെ മൊട്ടയായിട്ട് നിൽക്കുന്നു. അതിന് ബെയർ മൗണ്ടെയിൻസ് എന്ന് പറയും. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ ബെയർ ഉപയോഗിക്കാം. BARE ബെയർ. ഇനി BAIL ബെയിലുമുണ്ട്, BALE ബെയിലുമുണ്ട്. ആദ്യത്തെ ബെയിൽ നമ്മുടെ സുപരിചിതമായ ഒരു പദമാണ്, നിത്യജീവിതത്തിൽ വരുന്നതാണ്. ബെയിൽ മീൻസ് ജാമ്യം എന്നാണ് മലയാളത്തിൽ പറയുക. ഫോർ എക്സാമ്പിൾ, ഹി വാസ് റിലീസ്ഡ് ഓൺ ബെയിൽ, അയാളെ ജാമ്യത്തിൽ വിട്ടു എന്നാണ്. ഹി വാസ് ഗ്രാൻറ്റഡ് ബെയിൽ, അയാൾക്ക് ജാമ്യം അനുവദിച്ചു എന്നാണ്. ഹി വാസ് റെഫ്യൂസ്ഡ് ബെയിൽ, അയാൾക്ക് ജാമ്യം നിഷേധിച്ചു എന്നാണ്. ഹി വാസ് റിലീസ്ഡ് ഓൺ എ ബോണ്ട് ഓഫ് 1 lakh rupees and 2 sureties of equal amount. അതായത് അയാളെ സ്വന്തം ജാമ്യത്തിൽ 1 ലക്ഷം രൂപയുടെ സ്വന്തം ജാമ്യത്തിലും അതേ തുകയ്ക്കുള്ള 2 ആൾജാമ്യത്തിലും, ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ആൾജാമ്യമാണ്, ആൾജാമ്യത്തിലും അയാളെ വിട്ടു എന്നാണ്. അപ്പം ഇവിടെയൊക്കെ BAIL ബെയിൽ, ആന്റിസിപ്പേറ്ററി ബെയിൽ നിങ്ങൾ കേട്ട് കാണും, അതായത് മുൻകൂർ ജാമ്യം. ഇങ്ങനെ ബെയിലിന് ജാമ്യം എന്നാണ് അർത്ഥം. അതേസമയം രണ്ടാമത് പറഞ്ഞ BALE ബെയിൽ മീൻസ് ബണ്ടിൽ എന്നാണ്, കെട്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ, എ ബെയിൽ ഓഫ് ഹേ, HAY ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. അപ്പൊ വൈക്കോലൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടു കാണും. മെഷീൻ കൊണ്ടും മനുഷ്യർ കൈ കൊണ്ടും കെട്ടും. അപ്പം എ ബെയിൽ ഓഫ് ഹേ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് വൈക്കോൽ എന്നാണ്. എ ബെയിൽ ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പേപ്പറാണ്. എ ബെയിൽ ഓഫ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പരുത്തി തുണിയാണ്, അല്ലെങ്കിൽ പരുത്തിയാണ്, പഞ്ഞിയാണ്, അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ബെയിൽ ഉപയോഗിക്കാം. അപ്പൊ രണ്ടും ഉച്ചാരണം ഒന്നാണ്, സ്പെല്ലിംഗ് വരും. പിന്നെ നിത്യജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന NEW, KNEW, രണ്ടിനും ഒരേ അർത്ഥം, ഒരേ ഉച്ചാരണമാണ്. See, I bought a new mobile. ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചു എന്നാണ്. But I knew the answer. എനിക്ക് ആ ഉത്തരം അറിയാമായിരുന്നു, ഞാൻ പറയാഞ്ഞിട്ടാണ്. I knew the answer. New എന്ന് പറഞ്ഞാൽ KNOW, നോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. അറിഞ്ഞു, അറിയാമായിരുന്നു എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. മറ്റൊന്ന് ONE1, WON1. ONE1 means ONE1 means ഒന്ന് എന്ന അർത്ഥത്തിലാണ്. I have one doubt. എനിക്കൊരു സംശയമുണ്ട് എന്നാണ്. See, we won the match. We won. ഞങ്ങൾ ആ മത്സരത്തിൽ വിജയിച്ചു. Win, 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 വിജയിക്കുക, നേടുക എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പം അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് won, നേടി, ലഭിച്ചു എന്നൊക്കെയാണ്. We won the match. ഞങ്ങൾ ആ മത്സരത്തിൽ വിജയിച്ചു എന്നാണ്. അതുപോലെ WEEK വീക്കും WEAK വീക്കുണ്ട്. രണ്ടും വീക്ക് എന്നാണ് ഉച്ചരിക്കുക. ആദ്യത്തെ വീക്ക് 7 days, അതായത് 7 ദിവസം കൂടുന്ന അതിനെയാണല്ലോ നമ്മൾ വീക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I will be on leave this week. ഈ ആഴ്ച ഞാൻ I will be on leave, ഞാൻ അവധിയിലായിരിക്കുമെന്നാണ്. അതേസമയം I am weak. Weak means not strong, ദുർബലനാണെന്നുള്ള അർത്ഥത്തിലാണ്. I am weak to walk, നടക്കാൻ പറ്റില്ല, അത്രയും എനിക്ക് ക്ഷീണമാണ്, ദുർബലനാണ് ഞാൻ എന്നാണ്. അതുപോലെ തന്നെയാണ് BLUE ബ്ലൂ, അതുപോലെ BLOW ബ്ലൂ. രണ്ടും ബ്ലൂ എന്നാണ് ഉച്ചരിക്കുക. ആദ്യത്തെ കളറാണെന്ന് നിങ്ങൾക്കറിയാം, BLUE, ദ സ്കൈ ഈസ് ബ്ലൂ, ആകാശം നീല നിറമാണെന്നാണ്. അതേസമയം BLEW എന്ന് പറയുന്ന BLOW എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ബ്ലോ, ഊതുക. ഫോർ എക്സാമ്പിൾ, he blew the whistle, അയാൾ ആ വിസിൽ ഊതി. ദ കണ്ടക്ടർ blew the whistle, കണ്ടക്ടർ വിസിൽ ഊതി എന്നാണ്. ഓക്കെ, സോ യു ക്യാൻ സീ ദീസ് കൈൻഡ്സ് ഓഫ് ഹോമോഫോൺസ് a lot, ധാരാളമുണ്ട്. സോ let's wind up here. Thank you very much for watching this video. Goodbye till we meet again.